വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സി പുതിയതുപോലെ ആക്കാനുള്ളൊരു അടിപൊളി ടിപ്സായിട്ടാണ് ഞാനിവിടെ നിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ മിക്സി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കാനായിട്ട് നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഒരു മിക്സി. അപ്പോൾ നമ്മുടെ ഈ മിക്സി നല്ലതായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾ തമ്പിലേയും കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ച് ബഡ്സും പിന്നെ കുറച്ച് പഞ്ഞിയും കൂടിയിട്ടാണ് ഞാൻ ഇത് ക്ലീൻ ചെയ്യുന്നത്. ഇതിനോടൊപ്പം ഞാൻ കോൾഗേറ്റും കൂടി ഉപയോഗിക്കുന്നുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ആദ്യം നമുക്ക് നമ്മുടെ അരയ്ക്കണ ഭാഗത്തുള്ളത് ആദ്യം ക്ലീൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല അഴുക്ക് പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ അരിയൊക്കെ അരയ്ക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് നല്ലൊരു ടിപ്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം 2 ബഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് പഞ്ഞി എടുത്തതിന് ശേഷം ആദ്യം ജസ്റ്റ് ചെറുതായി നന്നായി തുടച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് പഞ്ഞി എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ഒരു ബഡ്സ് വെച്ചിട്ട് നന്നായി തുടച്ചെടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് പഞ്ഞി നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം നമ്മൾ നന്നായി ഒരു ബഡ്സും കൂടി ഉപയോഗിച്ച് നമുക്ക് നന്നായി റൗണ്ടോളം ചുറ്റിച്ച് നന്നായി ജസ്റ്റ് ആദ്യം നമുക്കൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൈയൊന്നും അവിടെ തുണി കൊണ്ടൊക്കെ തുടയ്ക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വൃത്തിയാവില്ല. അപ്പോൾ ഇതേപോലെ ഒരു ബഡ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് ശേഷം നമുക്കൊരു പഞ്ഞിയൊക്കെ വെച്ചിട്ട് നന്നായി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായി ക്ലിയറായിട്ട് തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് വെറുതെ തുടച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴിഞ്ഞ കോൾഗേറ്റിൻ്റെ ഒരു കവർ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കോൾഗേറ്റ് അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് കോൾഗേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി നമ്മുടെ അടിഭാഗം ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കോൾഗേറ്റിൽ ഞാനിത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പഞ്ഞിയും കൂടി എടുത്തിട്ടുണ്ട്. ഈ പഞ്ഞിന് നമുക്ക് ആദ്യം നന്നായി ചെറുതായിട്ട് നനച്ച് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ അഴുക്ക് പിടിച്ച സ്ഥലത്തിലേക്ക് ആ പഞ്ഞിനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ബ്രഷും കൂടി ഉപയോഗിച്ച് നമ്മൾ നന്നായി ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അത് കളഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ഞിയും കൂടി വേറെ എടുക്കാം. എന്നിട്ട് ഈ പഞ്ഞി വെച്ച് നന്നായി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം നന്നായി തുടച്ചെടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതിലത്തേക്കൊക്കെ നന്നായി നമുക്ക് ചെടിയൊക്കെ നന്നായി തുടച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഭയങ്കര ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണിത്. നല്ല എളുപ്പമായിട്ട് നമുക്കിത് ഉൾഭാഗം നന്നായി ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം. അവസാനം തുടച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? ഇന്നിപ്പോൾ നോക്കി നമ്മുടെ ഉൾഭാഗം നോക്കി നല്ല അടിപൊളിയായി ക്ലീൻ ആയിട്ട് വന്നിട്ടില്ലേ?
ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഭാഗമൊക്കെ നന്നായി നമുക്ക് ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഭാഗമാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് പഞ്ഞി നനച്ചതിന് ശേഷം പഞ്ഞി നനച്ചതിന് ശേഷം ഇതിൽ കുറച്ച് കോൾഗേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് വൃത്തിയായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകി കഴിഞ്ഞാൽ ആദ്യത്തെ ചെളിയും പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇടയിലേക്കൊന്നും എത്താത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബഡ്സ് കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പം ബഡ്സും ഈ ഇതും വെച്ചിട്ട് നമുക്ക് നന്നായി തുടച്ചെടുക്കാം. നല്ല ക്ലീനായിട്ട് വരും. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വെളിയൊക്കെ നന്നായി ഇതാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ ബഡ്സ് വെച്ചിട്ട് ഇങ്ങനെ എത്താത്ത ഭാഗങ്ങളിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഞാൻ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി പഞ്ഞിയും കൂടി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഈ ഭാഗം നന്നായി ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗവും വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് പുറമെ ഇതേപോലെ തന്നെ കോൾഗേറ്റ് വെച്ചിട്ട് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കോൾഗേറ്റ് ഇച്ചിരി ഒരു ബ്രഷും തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ട് നന്നായി ഒന്ന് അരച്ച് ഇത് ഇതാക്കി കൊടുക്കാം. നമ്മളിത് ഇങ്ങനെ അരയ്ക്കുമ്പോൾ ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മളിത് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ശേഷം നമുക്ക് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എല്ലാ ഭാഗവും തേച്ച് പിടിപ്പിക്കാം. നമ്മൾ കൂടുതൽ അഴുക്കുണ്ട് ഇങ്ങനെ ഈ ഇതിലായിരിക്കും നമ്മൾ കൂടുതൽ അഴുക്കുണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകണം. കാരണം നമ്മൾ അരിയൊക്കെ അരയ്ക്കുമ്പോൾ കൂടുതൽ അഴുക്ക് നമ്മൾ ഈ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഈ ഭാഗത്തായിരിക്കും കൂടുതൽ അഴുക്കുണ്ടാവുക. അപ്പോൾ അതിന് നമ്മളിങ്ങനെ നന്നായി ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മളെല്ലാ ഭാഗത്തേക്കും എത്തിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഫ്രൈ ആകുമ്പോൾ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഒന്നും കൂടി ഇങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ ഉരച്ച് കൊടുക്കുക. ഇതേപോലെ എല്ലാ ഭാഗം ഞാൻ ഇതുകൊണ്ട് വെച്ചിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു തുണി എടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് തുടച്ച് കൊടുക്കാം. വൃത്തിയിൽ ഒന്ന് തുടച്ച് കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ നമ്മുടെ മിക്സി നല്ല പുത്തൻ മിക്സി ആവുന്നുണ്ടോ? നല്ല ക്ലിയറായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിങ്ങനെ വൃത്തിയാക്കി എടുക്കാം. എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മിക്സിയൊക്കെ നന്നായി ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിങ്ങനെ മിക്സി ക്ലീൻ ചെയ്തെടുക്കണം. എന്നാലാണ് നമ്മുടെ മിക്സി അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ വയറും നന്നായി ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കാം. നന്നായി ഇങ്ങനെ തുടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സി നന്നായി ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നന്നായി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സി നന്നായി ഗ്ലേസിങ് ഉണ്ടാവും. നമുക്കിനി കാണിച്ചു തരാം ഞാൻ. ഉണ്ടോ?
നോക്കി നോക്ക്, നല്ല അടിപൊളിയായിട്ട് മിക്സി നല്ല ക്ലീൻ ആയിട്ടുണ്ട് അല്ലേ, ഉണ്ടോ? എല്ലാ ഭാഗവും നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനമുള്ളൊരു വീഡിയോ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.